ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ചിക്കൻ റോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ എടുത്ത ചിക്കനിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ആകുമ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി 2 മിനിറ്റ് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 3 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് നന്നായൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മസാല മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മസാല ചിക്കനിൽ നന്നായി കോട്ടാകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി ചിക്കൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്ത് കൊടുക്കണം.
10 മിനിറ്റ് ആയപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി ചിക്കൻ നന്നായി കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ക്യാപ്സിക്കം വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവുമാണ്. ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നല്ല രുചിയുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. ക്യാപ്സിക്കം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും ക്യാപ്സിക്കവും ഒക്കെ നന്നായി മിക്സായി കിട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം കറി ഒന്ന് അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ചിക്കൻ റോസ്റ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ക്യാപ്സിക്കം ഒക്കെ ചേർത്ത നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.